സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ഏതാണ്? കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ഏത്? ജ്യോതിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജ്യോതി. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം ഏത്? 1903 ആണ്. ഓപ്ഷൻ ബി 1903. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധം ഇല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു: ആത്മാനുതാപം, ബാലസമുദായ പരിഷ്കരണ സഭ, ബാലകലേശം, കൊച്ചി കായൽ സമ്മേളനം. പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആത്മാനുതാപമാണ്. ആത്മാനുതാപം ചാവറയച്ചൻ്റെ കൃതിയാണ്. ആത്മാനുതാപം ചാവറയച്ചൻ്റെ കൃതിയാണ്. അടുത്തത്: കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ് കെട്ടുകാഴ്ച അല്ലെങ്കിൽ കുതിരക്കെട്ട്. ഇത് ഡാഷുമായി ബന്ധപ്പെട്ടതാണ്. തന്നിരിക്കുന്നു: ബുദ്ധമതം, ജൈനമതം, ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതം. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രോത്സവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന ഉത്സവമാണ് കെട്ടുകാഴ്ച അല്ലെങ്കിൽ കുതിരക്കെട്ട് എന്നത്. ഇത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബുദ്ധമതവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ബുദ്ധമതം. പ്രതിരോധ സേവനങ്ങൾക്കായി ക്രാവ് മാഗ എന്ന സ്വയം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? പ്രതിരോധ സേവനങ്ങൾക്കായിട്ട് ക്രാവ് മാഗ എന്ന സ്വയം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? ഇസ്രായേലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇസ്രായേൽ. ക്രാവ് മാഗ. തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾക്ക് തൊട്ടു പിന്നാലെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾക്ക് പിന്നാലെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 8ാം പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് തുടർച്ചയായ 2 വാർഷിക പദ്ധതികൾക്ക് ശേഷം ആരംഭിച്ച പദ്ധതി, 8ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ 2024-25 ഏറ്റവും കൂടുതൽ GST വരുമാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ 2024-25 ഏറ്റവും കൂടുതൽ GST വരുമാനം നേടിയ സംസ്ഥാനം ഏത്? മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ സി, മഹാരാഷ്ട്ര. ആവർത്തന പട്ടികയിലെ 5ാമത്തെ പീരീഡിൽ എത്ര മൂലകങ്ങളുണ്ട്? എത്രാമത്തെ പീരീഡിൽ? 5ാമത്തെ പീരീഡിൽ എത്ര മൂലകങ്ങൾ ഉണ്ട്? 18 മൂലകങ്ങളാണ് ഉള്ളത്. ആവർത്തന പട്ടികയിലെ 5ാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം 18. ഒരു ആസിഡിനെ നിർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ pH മൂല്യം എന്താണ് സംഭവിക്കുന്നത്? നിർമ്മിപ്പിക്കുമ്പോൾ pH മൂല്യം ഓപ്ഷൻസ് തന്നിരിക്കുന്നു: കുറയുന്നു, കൂടുന്നു, വ്യത്യാസപ്പെടുന്നില്ല. ആസിഡ് സ്വഭാവം അനുസരിച്ച് വ്യത്യാസപ്പെടാം. നേർപ്പിക്കുമ്പോൾ pH മൂല്യം കൂടുകയാണ് ചെയ്യുന്നത്. നേർപ്പിക്കുമ്പോൾ pH മൂല്യം കൂടുന്നു. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനക്രമത്തിലാക്കുക. തന്നിരിക്കുന്നു: തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, പാളിയം സത്യാഗ്രഹം, പുന്നപ്ര വയലാർ സമരം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാലഗണനക്രമത്തിലാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 1, 3, 4 എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് 1936. 1936. വൈക്കം സത്യാഗ്രഹമോ? വൈക്കം സത്യാഗ്രഹം 1924. 1924. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം? പാലിയം സത്യാഗ്രഹം 1947. 1947. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷമാണ്? പുന്നപ്ര വയലാർ
1946 നടന്നത്. 1946. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സർക്കാർ രൂപം നൽകിയ പദ്ധതി ഏതാണ്? കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള സർക്കാർ രൂപം നൽകിയ പദ്ധതി ഏത്? ഓപ്പറേഷൻ വാത്സല്യാണ്. ഓപ്പറേഷൻ വാത്സല്യ. ഇനി താഴെ പറയുന്നവയിൽ ഓക്സിജൻ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ് വരുന്നത്? ഓക്സിജന്റെ അറ്റോമിക സംഖ്യ 8 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 8. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം തന്നിരിക്കുന്നു. അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തര പ്രതിഫലനം. മുകളിൽ പറഞ്ഞവ എല്ലാം. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. അപവർത്തനം, പ്രകീർണനം, പൂർണ്ണാന്തര പ്രതിഫലനം. അടുത്ത ചോദ്യം, ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? സത്ലജ്. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ നദിയാണ്. ഓപ്ഷൻ ഡി. ഗോദാവരി, കൃഷ്ണ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്ന് രേഖപ്പെടുത്തുക. മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ഇപ്പം ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അതുപോലെ പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് എന്നതെല്ലാം മൗണ്ട് ബാറ്റൺ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില എത്രയാണ്? 0 ആയിരിക്കും. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായിട്ടാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം എന്താണ്? കുറവായിരിക്കും. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? മൺസൂൺ എടുത്തിരിക്കുന്നത് അറബി ഭാഷയിൽ നിന്നുമാണ്. അറബി. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? മൂന്നാം ഭാഗം മൗലിക അവകാശങ്ങളാണ്. ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. 3ാം ഭാഗം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ
പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്നത് 24ാമത്തെ ഭേദഗതിയാണ്. 24ാം ഭേദഗതി. അപ്പൊ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. ഭേദഗതി ഏതാണ്? 24ാമത്തെ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്ത് സമ്പാദിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായിട്ട് മാറ്റിയത്. ഇപ്പോൾ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നിയമാവകാശമാണ്. എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 44ാമത്തെ ഭേദഗതി പ്രകാരമാണ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നത് അനുച്ഛേദം 16 അനുച്ഛേദം 16 പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18%. 1.18% കേരളം. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. എവിടെയാണ്? വെങ്ങാനൂരാണ്. വെങ്ങാനൂരാണ് കേരളത്തിൽ ആദ്യമായിട്ട് 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത്. എവിടെയാണ്? വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമിയാണ്. ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സമരം, നിസ്സഹരണ സമരം, ഉപ്പ് സത്യാഗ്രഹം. നമ്മളുടെ ചോദ്യം എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏതാണ്? ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ സമരം. ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. ഓപ്ഷൻ സി ആണ് ഉത്തരം, ക്യാപ്റ്റൻ ലക്ഷ്മി. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ്. പമ്പ നദി ബാരീസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. 3ാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് പമ്പ നദി ബാരീസ് എന്നാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത്, അതും ശരിയാണ്. അപ്പൊ പ്രാചീന കാലത്ത് ബാരീസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പമ്പ നദിയാണ്. അതുപോലെ വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കബനി നദിയാണ്. ഇതിൽ 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ പറഞ്ഞിരിക്കുന്നു ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് വളപട്ടണം പുഴയാണ് എന്ന്. ബേപ്പൂർ പുഴ എന്നറിയപ്പെട്ടത് ഏതാണ്? ചാലിയാറാണ്. ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്ന് അറിയപ്പെട്ടത്. ചാലിയാർ. അടുത്ത ചോദ്യം:
താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? തെറ്റായ ജോഡികൾ ഇവിടെ തന്നിരിക്കുന്നു. നിത്യചൈതന്യയതി കരിഞ്ചന്ത, പന്തിഭോജനം, സഹോദരൻ അയ്യപ്പൻ, കുമാരനാശാൻ, ദുരവസ്ഥ, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ജോഡി ഏത് എന്നാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ. എയും ബിയും തെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്നു നിത്യചൈതന്യയതി കരിഞ്ചന്ത എന്ന്. കരിഞ്ചന്ത ആരുടെ കൃതിയാണ്? കരിഞ്ചന്ത VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് കരിഞ്ചന്ത. ഇനി ബി തെറ്റാണ്. ബി പന്തിഭോജനം, സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പന്തിഭോജനം സഹോദരൻ അയ്യപ്പനല്ല, മിശ്രഭോജനമാണ് സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മിശ്രഭോജനമാണ് സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കുവാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം ഏത്? ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? എന്തിനുള്ള അവകാശമാണ്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിൽ ആണ്? അനുച്ഛേദം 21A അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആയിരുന്നത് അരവിന്ദ് പനഗരിയ. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നു. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ, വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്, വന്ദേ മാതരം ദാദാഭായ് നവറോജി, കേസരി മറാത്ത ബാലഗംഗാധര തിലക്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്തുവാനാണ്. ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി 1 4. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക് ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ വരുന്നത് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. വന്ദേ മാതരമോ? വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ, ടാഗോറിന്റെ സന്ദർശനം, ഗാന്ധിജിയുടെ സന്ദർശനം, ഗുരുവിന്റെ സമാധി. റൈറ്റ് സൈഡിൽ വർഷങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളായിട്ട് മാച്ച് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 1C. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 ടാഗോറിന്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം ഓപ്ഷൻ ഡി ആണ് വരുന്നത് 1925. ഗുരുവിന്റെ സമാധി 1928.
പരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 ടാഗോറിന്റെ സന്ദർശനം 1922. ഗാന്ധിജിയുടെ സന്ദർശനം, ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുടെ സന്ദർശനം വരുന്നത് 1925. ഗുരുവിന്റെ സമാധി 1928. മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിലാണ്? മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. കരൾ. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കുവാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവർ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കുവാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജന്റെ അഭാവത്തിലാണ്. നൈട്രജൻ. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏത്? ദേശാടന പക്ഷികൾ ധാരാളമായിട്ട് വരുന്നത് തട്ടേക്കാടാണ്. ഓപ്ഷൻ ബി, തട്ടേക്കാട്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ത്? സഹകരണ ബാങ്ക്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വമാണ് സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1853. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം. നാനാ സാഹിബ് കലാപം നയിച്ചത് എവിടെയാണ്? കാൺപൂരിലാണ്. കാൺപൂരിലാണ് നാനാ സാഹിബ് കലാപം നയിച്ചത്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ശരിയാണ്. സൈലന്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007. ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തേതും വലുതുമായ ദേശീയോദ്യാനം സൈലന്റ് വാലി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാലോ? ഇരവികുളമാണ്. പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ല ഏത്? പെരിയാർ കടുവ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. ഓപ്ഷൻ എ, ഇടുക്കി. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? 6. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടിയാണ്. മാട്ടുപ്പെട്ടി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം? കൊച്ചി മെട്രോ 2017. 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ്. റാണി ഗൗരി ലക്ഷ്മി ഭായ്. ജാതിക്കൊമി എന്ന കവിത രചിച്ചത് ആര്? ജാതിക്കൊമി പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതിയാണ് ജാതിക്കൊമി. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടലാണ്. ചെറുകുടൽ. സങ്കര ഇനം തക്കാളി ഏത്? സങ്കര ഇനം തക്കാളി അക്ഷയയാണ്. അക്ഷയ. ഓപ്ഷൻ ഡി, അക്ഷയ.
മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷിരീതി ഏത്? ഹൈഡ്രോപോണിക്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹൈഡ്രോപോണിക്സ്. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ്? റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളും ജന്തുക്കളുമാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എൽ പി ജിയിലെ മുഖ്യ ഘടകമാണ് ബ്യൂട്ടൈൻ. എൽ പി ജിയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ. കടൽ കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ. കടൽ കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമായ താപപ്രക്രിയ സംവഹനമാണ്. സംവഹനം. 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം സ്വത്തവകാശമാണ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 44-ാമത്തെ ഭേദഗതിയിലൂടെയാണ്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലിയാണ്. തിരുനെൽവേലി. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത് തിരുനെൽവേലി. നവംബർ 26-ന്റെ പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നവംബർ 26. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1, 2 എന്നിവ. ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്ന് കമന്റ് ചെയ്യുക. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും പതിക്കുന്ന സമുദ്രം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും ബംഗാൾ ഉൾക്കടലിലാണ്. ഓപ്ഷൻ സി, ബംഗാൾ ഉൾക്കടൽ. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. ഓപ്ഷൻ സി, തുലാവർഷം. കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. നദികളുടെ എണ്ണം ചോദിച്ചാലോ? 44 നദികൾ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ. ഓപ്ഷൻ എ, മാംഗോ ഷവർ. കേരളം, തമിഴ്നാട്, കർണാടക. പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനങ്ങൾ. ഓപ്ഷൻ സി ആണ്, 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാം പഞ്ചവത്സര പദ്ധതി. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത്. സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ്. ഓപ്ഷൻ ഡി ആണ്, PC റോയ് ആണ്. PC റോയ്. തുഖ്ഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. തുഖ്ഫത്തുൽ മുവാഹിദീൻ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടിയാണ്? തഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. തഷ്കന്റ് പ്രഖ്യാപനം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഏണസ്റ്റ് ബോർലോഗ് ആണ്. നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥൻ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ MS സ്വാമിനാഥൻ. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നോർമൻ ഏണസ്റ്റ് ആണ്. നോർമൻ ഏണസ്റ്റിന് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. ആണവ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. നറോറ ആണവ നിലയം ഉത്തർപ്രദേശ്. കൽപ്പാക്കം തമിഴ്നാട്. നീല ലിറ്റ്മസ് പേപ്പർ
നാരങ്ങ നീരിൽ മുക്കുമ്പോൾ ചുവന്ന നിറമാകുന്നതിന് കാരണം? നാരങ്ങാ നീരിന് ആസിഡിന്റെ സ്വഭാവമായതുകൊണ്ട്. നീല ലിറ്റ്മസ് പേപ്പർ നാരങ്ങാ നീരിൽ മുക്കുമ്പോൾ ചുവന്ന നിറമാകുന്നതിന് കാരണം എന്താണ്? നാരങ്ങാ നീരിന് ആസിഡിന്റെ സ്വഭാവമായതുകൊണ്ട്. ഏത് ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് കായിക താരങ്ങൾക്ക് നൽകുന്നതാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ്? ഡേവിഡ് ഡിക്സൺ അവാർഡ് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിലെ മികച്ച പ്രകടനത്തിന് നൽകുന്നതാണ് ഡേവിഡ് ഡിക്സൺ അവാർഡ്. കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം? കേരള പഞ്ചായത്ത് രാജ് ഓപ്ഷൻ ഡി ആണ് 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രധാനം നൽകുന്നത്? ക്ഷേമരാഷ്ട്രം നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രധാനം നൽകുന്നത് നിർദ്ദേശക തത്വങ്ങൾ. മൗലിക കടമകളെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? മൗലിക കടമകൾ തന്നിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 11 മൗലിക കടമകളുണ്ട്. ശരിയാണ്. എത്ര അവകാശങ്ങളാണുള്ളത്? മൗലിക അവകാശങ്ങൾ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. അതുപോലെ ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. ശരിയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ എന്താണ്? കഴിയുന്നതല്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അതും ശരിയാണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 ആണ്. 152. കപടഖരങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ സോളിഡ്സ് എന്നോ അതിശീകൃത ഖരങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നോ അറിയപ്പെടുന്ന വസ്തു ചുവടെയുള്ളതിൽ ഏതാണ്? കപടഖരങ്ങൾ അല്ലെങ്കിൽ അതിശീതീകൃത ഖരങ്ങൾ എന്നറിയപ്പെടുന്നത് ഗ്ലാസ് ആണ്. ഓപ്ഷൻ സി ഗ്ലാസ്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏത്? ഇവിടെ തന്നിരിക്കുന്നു USA, മെക്സിക്കോ, കാനഡ, ചിലി. ആതിഥേയത്വം വഹിക്കാത്തത് ചിലിയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ട് രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം? നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവ. ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റളിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സിസ്റ്റളി. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത്? കൂട്ടുകൃഷി എന്ന നാടകം രചിച്ചത് ഇടശ്ശേരിയാണ്. ഇടശ്ശേരി. നാടകത്തിന്റെ പേര് കൂട്ടുകൃഷി. ആരുടേതാണ്? ഇടശ്ശേരി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനിടയാക്കിയത് പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ്. പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് ഇടയാക്കിയത്. തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. എന്തുകൊണ്ട്? തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് നീരാവി കൊണ്ടുള്ള പൊള്ളൽ. കാരണം ലീനതാപം കൂടുതലായതിനാലാണ്. ലീനതാപം കൂടുതലായതിനാൽ. ട്രോപ്പോപാസ് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിനും ഡാഷിനും ഇടയ്ക്കാണ്. ട്രോപ്പോപാസ് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയ്ക്കാണ്. സ്ട്രാറ്റോസ്ഫിയറിനും. ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ഇവിടെ 4 സൂചനകൾ തന്നിരിക്കുന്നു. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു.
സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. വ്യക്തിയെ തിരിച്ചറിയുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ ഡി ആണ്, VP മേനോൻ ആണ്. VP മേനോൻ. അപ്പോൾ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ VP മേനോൻ. 1952 VP മേനോൻ ഒറീസയിൽ, എവിടെയാണ്? ഒറീസയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റിട്ടുണ്ടായിരുന്നു. അതുപോലെ സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ആര് എന്ന് ചോദിച്ചാലും VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. ആര്? VP മേനോൻ. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? അമോണിയയുടെ നിർമ്മാണത്തിനാണ്. അമോണിയ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? കൂത്തിന് ഉപയോഗിക്കുന്നത് മിഴാവാണ്. മിഴാവ്. ബെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ബെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപമാണ്? കഥകളിയാണ്. കഥകളി. ബെട്ടത്തു സമ്പ്രദായം കഥകളി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഗ്രീൻവിച്ചിലൂടെയാണ്. ഗ്രീൻവിച്ച്. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്? എൽ നിനോ പ്രതിഭാസം പ്രധാനമായിട്ടും ബാധിക്കുന്നത് തെക്കേ അമേരിക്കയെയാണ്. തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഈ 100 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്